ഗേൾസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കൊരു പാർട്ടി ഉണ്ട്. അപ്പം അതിലേക്ക് പോവുകയാണ്. അപ്പം ഗൈസ് വീഡിയോ കാണാം. നമ്മളിതാ പോകുന്നു. അയ്യോ മാറിവേ ഗേൾസ്, നോക്കൂ, അമ്മ താറാവ് കുട്ടി മാറി. ഞാൻ ചെരുപ്പ് ഊരിയിട്ട് കണ്ട ഹീല് കണ്ട ഗേൾസ്. ചെരുപ്പ് കൈവ പിടിച്ചത് അടക്കം കുന്ന്. അല്ലെങ്കിൽ നമ്മള് ചെരുപ്പ് ഇട്ടിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ നേരെ താഴെത്തും. പക്ഷെ അതൊരു എളുപ്പ വഴിയാണ്. പക്ഷെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് നടക്കണേ. ഇതൊക്കെ ഉണ്ടോ ഹീൽ, അവിടെ ഹീൽ, അവിടെ മെല്ലെ മെല്ലെ തപ്പി പിടിക്കാം. പക്ഷെ എനിക്ക് തപ്പി പിടിക്കാൻ കഴിയില്ല. നോക്കി നടക്കുമ്പോ ചിലപ്പോ കണ്ട ചേച്ചി ബാഗൊക്കെ എടുത്ത് പോവാ. ചേച്ചി അവിടെ താമസിക്കാൻ പോണ്ട്. നമ്മൾ നടക്കുന്നു. നോക്കോ ഫോളം നോക്കിക്കണ്ടേ. കണ്ട ഫുള്ള് കാട് പോലത്തെ ഇടവി. എപ്പോ എത്തുന്നൊന്നും അറിയില്ല. അവിടെ എത്തിയാലറിയാം. അപ്പൊ തന്നെ സമയം 1 മണിയായി. 1 മണിയാ? 12:30 ബസ്. 12:30 ഒരു 12:15 ഉണ്ടാവും. ഈ വഴിയുമുണ്ട്, നമുക്ക് ഈ വഴിയുണ്ട്. ബട്ട് ഇത് കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഞങ്ങളിപ്പോൾ വന്ന വഴി ഇതാണ്. ഞങ്ങൾ ഇത് കൂടെ അങ്ങനെ വരാറില്ല. നമ്മൾ ബാക്കിൽ കൂടിയാണ് വരിക. ഫ്രണ്ട്സ്, നമ്മളിതാ മാങ്കാവിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നേരെ നമ്മൾ ATM പോകുന്നു, പൈസ എടുക്കുന്നു. എന്നിട്ട് ഏച്ചിനും കൂട്ടി കുറെ പൈസ ഒന്നും ഇല്ല, ബസ്സിനുള്ള പൈസ, കുറച്ച് പൈസ എടുക്കാൻ പോവാൻ 500 അത്രയേ ഉള്ളു. അപ്പം ഏച്ചി പ്രിന്റ് എടുക്കാൻ പോയതാ. പ്രിന്റ് വെച്ചാൽ നമ്മൾ ഈ ഫ്രെയിമിനേക്കുള്ളതില്ലേ, അത് എടുക്കാൻ പോയത്. അപ്പം ഞങ്ങൾ നേരെ ATMലേക്ക് പൈസ എടുക്കാൻ പോവാം. 500 ഉള്ളു ഗൈസ്. 500. അമ്മ നിങ്ങളെയും പറ്റിച്ചു, എന്നെയും പറ്റിച്ചു ഗൈസ്. 500 രൂപ പറഞ്ഞിട്ട് എത്ര പൈസ എടുക്കുന്നേ? ലക്കോട്ട് വെക്കണ്ടേ, അതിനടുത്തത് കേട്ടോ. ഗ്യാസ് തെറ്റിദ്ധരിക്കും. നമ്മൾ കയറി മുതലക്കോട്ടേക്ക്. ഇനി ഫ്രെയിം ചെയ്യാൻ പിന്നെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് മാറിപ്പോയത്. ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രെയിം എടുക്കാൻ പോകും. അമ്മ തിരി പിടിച്ചാൽ മടങ്ങാൻ പാടില്ല. നമ്മളിതാ ഫ്രെയിം കടയിലെത്തി. ഫ്രെയിം ഉണ്ട്. ഫ്രെയിം കട ഇവിടുന്നാണ് ഞങ്ങൾ സ്ഥിരം ചെയ്യൽ ഫ്രെയിം. എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ കാണിക്കുന്നത് കാണും. ഇതാ മെലേജ് ഇന്നലെ ഇട്ടത്. ഇനി ഇവിടുന്ന് നേരെ റെയിൽവേയിലെത്തിയിട്ട് അവിടെ നിന്ന് ചേച്ചീൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി നേരെ പുതിയ സ്റ്റാൻഡ് നേരെ പുറക്കാട്ടിൽ. അങ്ങനെ കുറച്ച് സ്ഥലത്ത് പോവാണ്ട്. മുടി പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഗേൾസ്. ഞാനില്ലേ ബസ്സിൽ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറില്ലല്ലോ. അപ്പം ബസ്സിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പം ഒരു താത്ത ഇങ്ങനെ നോക്കണ്ടേ, ആ ചേച്ചി കുട്ടി എന്തുവാ പറയുന്നതെന്ന് നോക്കുക. അപ്പം എനിക്ക് കുറവാ. പിന്നെ ഞാൻ അതോടെ വേഗം നിർത്തിക്കാൻ. അതുകൊണ്ട് എന്താ കുറച്ച് ഷോർട്ടൊക്കെ ഇട്ടിട്ടുള്ളൂ ഗൈസ്. അമ്മേൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടോ. നമ്മൾ ക്ഷീണിച്ചു. അപ്പോൾ ഒരു ലൈം കുടിക്കാൻ വിചാരിച്ച്, അപ്പോൾ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് വന്നു ഗൈസ്. നമ്മൾ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നു ലൈം കുടിക്കാൻ. കാരണം അമ്മയ്ക്ക് വെള്ളത്തിന് ദാഹിക്കുന്നു പറഞ്ഞു. ക്ഷീണം പിടിച്ചു. അപ്പം പിന്നെ എനിക്ക് കുറച്ച് ക്ഷീണം പിടിച്ചു. അപ്പോൾ ഞാനും കുടിക്കാൻ വിചാരിച്ചു. അയ്യോ എന്തായാലും എത്തിയില്ല. ഭയങ്കര വെയില്. സമയം ഉണ്ടാകും 1 മണിയായി. അപ്പം നട്ടുച്ചയ്ക്ക് നടന്ന് ക്ഷീണം. ലൈമ വന്നു അത് നല്ല സുഖമാണ്. ഞാനും കുടിച്ച കിടക്കുക. ഫ്രെയിം ഇനി ഇതിന് ഗിഫ്റ്റ് പൊതി വാങ്ങണം. അയ്യോ പൈസ കൊടുത്തില്ല. ഇങ്ങനെ കൂടെ നടക്കുക നേരെ റെയിൽവേ. അല്ല, ഗിഫ്റ്റ് പൊതി വാങ്ങണം ഗൈസ്, മറക്കരുത്. അത് നമ്മൾ മറക്കരുത് ഗൈസ്. നമ്മൾ പൊതി വാങ്ങിയിട്ട് ഗിഫ്റ്റ് പൊതി വാങ്ങിയിട്ട് പിന്നെ ഏട്ടൻ്റെ ഷോപ്പിലേക്ക് പോകുക. അയ്യോ നമ്മൾ പിന്നെയും ആ കടയിലേക്ക് വന്നു ഗൈസ്, ഫ്രെയിം ചെയ്ത കടയിലേക്ക്. കാരണം അത് പൊതിയാൻ വേണ്ടിയിട്ട് നമ്മൾ 2ാമത് വന്നു ഗൈസ്. എൻ്റെ കമ്മൽ എപ്പിടി ഇരിക്കുന്ന. അയ്യോ അങ്ങനെ ഞങ്ങൾ SM ഉള്ളിൽ കയറി. അവിടുന്ന് പിന്നെയും പുറത്തിറങ്ങി. ഇനിയും ഉള്ളിൽ കയറണം.
ഉള്ളിൽ കയറിയിട്ടാണ് നമുക്ക് ഇവിടേക്ക് പോകാനുള്ളത്. എവിടേക്കായിരുന്നു? ആ റെയിൽവേ വെള്ളം മറന്നുപോയി. നമ്മൾ ഇവിടുന്ന് ഓട്ടോ കയറാൻ പോവാണ് ഗൈസ്. കാരണം നമ്മള് ഇല്ല അല്ല നമ്മളില്ലേ റെയിൽവേ ഇവിടുന്ന് ഇങ്ങോട്ട് റെയിൽവേക്ക് നടക്കാൻ വിചാരിച്ചിന്. പക്ഷെ നടക്കാൻ കഴിയില്ല ഗൈസ്. നമ്മൾ ഓട്ടോയ്ക്ക് കയറാം. നടന്നാൽ നമ്മളൊന്നും കൂടി കരിഞ്ഞു പോകും. അമ്മ നേരം തട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ ഓട്ടോൻ്റെ അവിടെ പോയപ്പോൾ 40 ഉറുപ്പിക ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ നടന്നാൽ എത്തുമെന്ന് പറഞ്ഞു. അപ്പം നേരെ നടക്കുക ഗൈസ്. പൊരിഞ്ഞ വെയിലത്ത് അയ്യോ നടക്കാൻ കഴിയും. കണ്ട ഇരുന്നടിക്കണം ഭാഗത്ത്. ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. അവിടെ ഫ്രണ്ട് വരുന്നുണ്ട് കല്യാണപ്പുരയിലേക്ക്. അപ്പോൾ അവിടെയും കൂട്ടിയിട്ട് മോള് വിളിക്കാൻ പോയിരിക്കണം. ഞങ്ങൾ വിളിക്കുക. വെയിലുണ്ട്, ക്ഷീണിച്ച്. സമയം 1:35 ഇതുവരെ കല്യാണപ്പുരയിലേക്ക് എത്തിയിട്ടില്ല. ഇങ്ങനെ കാത്തു നിൽക്കുക. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ബസ് കയറി നേരെ പുതിയ സ്റ്റാൻഡ് ഇറങ്ങി. നമ്മൾ പുതിയ സ്റ്റാൻഡ് എത്തി. ചേച്ചിന് ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ട്. അപ്പം വെയിറ്റ് ചെയ്യരുത്. 2:26 ഇപ്പോഴും പുതിയ സ്റ്റാൻഡിൽ ചേച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ കാത്തിട്ട് ഗൈസ്. ഇവിടെ തന്നെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. പുതിയ സ്റ്റാൻഡ് നിൽക്കരുത് ഗൈസ്. ചേച്ചീൻ്റെ ഫ്രണ്ട്സിനും കൂട്ടിയിട്ട് ഇപ്പം 3:45. എത്ര മണിക്ക് കാലായി. എത്ര മണിക്ക് നിൽക്കണ്ട ഇവിടെ? നമ്മള് 1:30 ഇവിടെ നിൽക്കുന്നുണ്ട്. 1:30 നിന്നിട്ട് നമ്മൾ 3:30 അപ്പം ഇനി ബസ് കയറാൻ ഇവിടെ. ചേച്ചി വരുന്നുള്ളൂ. ഇവിടെ എത്തിന്നാ പറഞ്ഞത്. പുതിയ സ്റ്റാൻഡെത്തി. ഇനി നേരെ ഇവിടുന്ന് പുറക്കാട്ടിലേക്ക് ബസ് കയറാം. ഓ ക്ഷീണിച്ച് ഫുഡൊന്നും കഴിച്ചില്ല. ഫുഡ് കഴിച്ചില്ല. രാവിലെ അങ്ങനെ കഴിച്ചില്ല. നമ്മൾ മുള്ളേരി ബസ് കയറി. മുള്ളേരി കയറി ഇവിടെ നേരെ അത്തോളിയിലേക്ക്. അവിടെ നേരെ ഓട്ടോ ഞാൻ അവിടെ എത്തിരിക്കണം. ഗേൾസ് അങ്ങനെ വീട്ടിലെത്തി നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോയി. നമ്മളിപ്പോൾ എത്ര മണിക്കാണ്? 4:30 ഗേൾസ്. 4:30. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 12 മണിക്ക്. അമ്മ അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറി കഴിച്ചു. ഗേൾസ് നമ്മളിത് ആദിക്ക് കുറവാണ് ഗേൾസ്. ഇതാണ് ആദിഷ് അതാണ് ഗായ്സ്. നമ്മൾ ഇവിടെ എത്തിയ അപ്പം തന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നെയ്ച്ചോറും ചിക്കൻ കറി ആയിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ ഫോൺ കുത്തിയിടാൻ ചാർജ് തീരെ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ എങ്ങോട്ട് പോകുന്നു? പറയാച്ചേ സ്ഥലത്തേക്ക് കണ്ടോ ഗൈസ്. പാട്ടൊക്കെ കേൾക്കുന്നു. ഗൈസ് ഇവനാ വികാളത്. കാരണം ഞാൻ ആശി വിൽക്കാൻ പോയി. പക്ഷെ ഞാൻ വിൽക്കണ ക്ലിയർ ആയിട്ട് വീഡിയോയിലില്ല. പക്ഷെ ഓള് വിൽക്കണത് കറക്റ്റ് ആയിട്ടുണ്ട്. നിരാശ കാമുക ലോകത്തെ അതിശന്റെ നടത്തം ഒറ്റേതാ ഓടിപ്പോകുന്നു. ഇപ്പൊ വീണിട്ട് ഒന്നായിട്ട് ഇളകിയതാ. ഇതെന്താ നടക്കണത്? ഇങ്ങനെയൊക്കെ നടക്കണേ? ഈ ഫാഷൻ വരെ നടക്കണ ഓള് ഫാഷൻ വരെ നടക്കല്ലോ. എടാ ഇങ്ങോട്ട് വേടാ. ഇവൻ എത്രയിലാ പഠിക്കുന്നത്? നിങ്ങൾ ഗസ് ചെയ്യൂ ഗൈസ്. ഇവൻ എത്രയിലാ പഠിക്കുന്നത്? എടാ ഈ എത്രയിലെന്ന് പറയുമ്പോലെ 8 ഗൈസ്. 8 എത്തി. ഈ എത്രയിലിരുന്ന്? ഈ എത്രയിലാ? ഓള് 10 കേട്ടോ. കണ്ടോ 10 ഗൈസ്. ഓള് 10. 2 എന്നാ പിന്നെ അത് അങ്ങോട്ട് പറഞ്ഞ എനിക്ക് 10 പറഞ്ഞേ. ഇനി ഇങ്ങോട്ടാ പോകണ്ടേ? ഇനി നേരെ നമുക്ക് അന്ത വീട്ടിലേക്ക് പോകാം. യെസ്, അന്ത വീട്. അങ്ങനെ അതൊക്കെ ചേച്ചീൻ്റെ ഫ്രണ്ട്സ് ആട്ടോ. ഇനി ഇവരെ കൊണ്ടിട്ട് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകണം. കാരണം ഇവർ രാവിലെ പുറപ്പെട്ടതാ. ഗൈസ് നമ്മൾ പിന്നെയും ഇറങ്ങി. നമ്മൾ പിന്നെയും പുറത്തിറങ്ങി. ഇപ്പൊ 6:11 ഗൈസ്. പറഞ്ഞ ആശി പറഞ്ഞ് വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞു. അതല്ല അതന്നാണ് ഒരുത്താണ് ഞാൻ ചോദിച്ചു നമ്മൾ വ്ളോഗ് എടുക്കാൻ പോയല്ലോ. ആന്ന് പറഞ്ഞു. സ്കൂൾ തുറക്കാനായില്ല. എന്താ എൻ്റെ അഭിപ്രായം? ഒരുത്തിക്ക് സ്കൂൾ തുറക്കണ്ട. നിനക്ക് എൻ്റെ അഭിപ്രായം എന്താ? പേപ്പർ ഇട്ടാനല്ലേ? എങ്ങനെ ഉണ്ടാവും? മാർക്കൊക്കെ എങ്ങനെ ഉണ്ടാവും?
പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് അവന്, അതുകൊണ്ട് അവനൊന്നും പറയില്ല. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ കാണാൻ അങ്ങോട്ട് പോയി. പിന്നെ എൻ്റെ മാമീൻ്റെ മക്കളാട്ടോ വരും, പറയാൻ വിട്ടുപോയി. അവർ ഫുഡ് കഴിച്ചില്ലേന് അപ്പം ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഒരുത്തം പറഞ്ഞു ഇവിടെ ഷോക്ക് അടിക്കണ്ട, ആ കമ്പിമേൽ പിടിച്ചിട്ട്. അങ്ങനെ ആൻസി വെച്ചേക്ക് ഓക്കില്ല. അങ്ങനെ നമ്മൾ റൂമിൽ ഇങ്ങനെ കഥ പറഞ്ഞ് ഞങ്ങൾ കുത്തിയിരുന്നത്. പിന്നെ ചോദിച്ചാ പോവാൻ ടൈം ലേറ്റായി. അങ്ങനെ ഏട്ടൻ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കി തന്നെ. അങ്ങനെ അപ്പം തന്നെ ബസ്സും കിട്ടി. ഞങ്ങൾ നേരെ പുതിയ സ്റ്റാൻഡ് ഇറങ്ങി. അവിടെ നിന്ന് ഫുള്ളും ടയേർഡായിട്ട് ഒരു ലൈം കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലൈം കുടിച്ചതിന് നേരെ വീട്ടിലോട്ട്. ബൈ, ഇത്രയുള്ള വീഡിയോ. ഇനിയിപ്പോൾ നാളത്തെ വീഡിയോ കാണാം. ബൈ.